നമസ്കാരം. സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് സെമി കണ്ടക്ടേഴ്സ് ആണ്. എന്താണ് സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്? നമുക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ കേട്ടിട്ടുള്ള ഒരു ടേം ആണല്ലേ സെമി കണ്ടക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ഫിസിക്സിലേക്ക് വരുമ്പോൾ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ്, സെമി കണ്ടക്ടേഴ്സ് എന്നൊക്കെ പറയുന്ന ടേമുകളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ആ പേര് പോലെ തന്നെ എന്താണ്, പാർഷ്യൽ കണ്ടക്ടിവിറ്റി ഉള്ളവ എന്ന് നമുക്ക് എടുക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ഇടയിൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയലിനെയാണ് നമ്മൾ സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. എന്താണ്? കണ്ടക്ടേഴ്സിനും ഇൻസുലേറ്റേഴ്സിനും ഇടയിൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയലാണ് ആര്? സെമി കണ്ടക്ടേഴ്സ് അല്ലേ. ഇതിൽ കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല രീതിയിൽ ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യുന്നവരെയാണ് ഗുഡ് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇൻസുലേറ്റേഴ്സ് ആണെങ്കിലോ ഇലക്ട്രിസിറ്റിയെ ഒട്ടും തന്നെ കണ്ടക്ട് ചെയ്യാത്തവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനിടയിൽ കണ്ടക്ടിവിറ്റി ഉള്ളവരാണ് ആര്? സെമി കണ്ടക്ടേഴ്സ്. ഓക്കെ അല്ലേ? ഇനി എവിടെയൊക്കെയാണ് നമ്മൾ ഈ സെമി കണ്ടക്ടേഴ്സ് നമ്മുടെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് സെമി കണ്ടക്ടേഴ്സിൻ്റെ യൂസുകൾ എന്ന് പറയുന്നത്? നമുക്ക് ചുറ്റും ഒന്ന് നോക്കുകയാണെങ്കിൽ നമ്മളിന്ന് കാണുന്ന ഇലക്ട്രോണിക് ഡിവൈസുകളിലെല്ലാം തന്നെയും ആരുണ്ട്? സെമി കണ്ടക്ടേഴ്സ് ഉണ്ട് അല്ലേ. നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസുകളിൽ ഉപയോഗിക്കുന്ന ഡയോഡുകളും ട്രാൻസിസ്റ്റേഴ്സും ഒക്കെ അല്ലേ, അതെല്ലാം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന എന്താണ്? സെമി കണ്ടക്ടേഴ്സ് ആണ്. ഇനി ആരാണ് സെമി കണ്ടക്ടേഴ്സ്? ഇല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സിന്റെ സ്ഥാനം എവിടെയാണ് ഒരു പീരിയോഡിക് ടേബിളിൽ? ഇനി എവിടെയാണ് സെമി കണ്ടക്ടേഴ്സിന്റെ പൊസിഷൻ എന്ന് പറയുന്നത്? ഒരു പീരിയോഡിക് ടേബിളിൽ 14th ഗ്രൂപ്പിലെ എലമെന്റുകളായ സിലിക്കണിനെയും ജെർമേനിയത്തിനെയുമാണ് നമ്മൾ പ്രധാനമായിട്ടും സെമി കണ്ടക്ടേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഇതാണ് 14th ഗ്രൂപ്പിലെ 14ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റുകളായ സിലിക്കണും ജെർമേനിയവുമാണ് നമ്മൾ പ്രധാനമായിട്ടും സെമി കണ്ടക്ടർ ഡിവൈസുകളായിട്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ടോപ്പിക്കിലേക്ക് വരാം. ബാൻഡ് തിയറി ഓഫ് സോളിഡ്സ്. എന്താണ് ബാൻഡ് തിയറി ഓഫ് സോളിഡ്സ് എന്ന് പറയുന്നത്? അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ നമുക്കൊരു ഉദാഹരണത്തിലൂടെ പഠിക്കാം. നിങ്ങൾക്കൊരു സോഡിയം ആറ്റം കൺസിഡർ ചെയ്യുക. സോഡിയം എന്ന് പറയുന്ന ഒരു ആറ്റം, സോഡിയമോ മഗ്നീഷ്യമോ എന്ത് വേണേലും ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു ഐസൊലേറ്റഡ് ആറ്റത്തെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഞാനിവിടെ സോഡിയം ആറ്റത്തിന് എടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. സോഡിയം എന്ന് പറയുമ്പോൾ എന്താ? അറ്റോമിക് നമ്പർ എത്രയാണ്? സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആണ്. അപ്പം നമുക്ക് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ എഴുതാം? 2, 8, 1 അല്ലേ. അതായത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്ന അറിയാലോ അല്ലേ. ഫസ്റ്റത്തെ ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസ് ആണ് മാക്സിമം. രണ്ടാമത്തെ ഓർബിറ്റലിൽ 8 എണ്ണമാണ്. മൂന്നാമത്തതിലും 8 ആണ്. പക്ഷേ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 ആയതുകൊണ്ട് തന്നെ എന്താണ്, 8 × 2 10, പിന്നെ ഒരെണ്ണം മതി. അപ്പോൾ അതിനെ അങ്ങ് വാലൻസ് ഷെല്ലിൽ കൊടുത്തു. അപ്പോൾ 2, 8, 1 എന്നതാണ് എന്ത്? നമ്മുടെ സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ റെപ്രസെന്റ് ചെയ്യാണ്. സോഡിയം ആറ്റം എടുത്തു. സോഡിയം ആറ്റം ഫസ്റ്റത്തെ ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസ്. രണ്ടാമത്തെ ഓർബിറ്റലിൽ എത്രയാണ്? 8 ഇലക്ട്രോൺസ്. 1, 2, 3, 4, 5, 6, 7, 8. ഇനി മൂന്നാമത്തെ ഓർബിറ്റലിൽ 1 ഇലക്ട്രോൺ അല്ലേ. ഇതാണ് നമ്മുടെ സോഡിയത്തിന്റെ അറ്റോമിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയടാ, ഈ സോഡിയം ആറ്റത്തിന്റെ ഓരോ ഓർബിറ്റലിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിനും അസോസിയേറ്റ് ചെയ്തുകൊണ്ട് പർട്ടിക്കുലർ എനർജി ലെവൽ ഉണ്ട്. എന്താണ്? ഈ ഓരോ ഓർബിറ്റലിലെ ഇലക്ട്രോൺസിനും എന്തുണ്ട്? ഓരോ എനർജി ലെവൽ ഉണ്ടെന്ന് പറയാം. അപ്പം ഞാൻ പറയുകയാണ്, ഫസ്റ്റത്തെ ഓർബിറ്റൽ കണ്ടോ? ഫസ്റ്റത്തെ ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ ഈ 2 ഇലക്ട്രോൺ ഇരിക്കുന്ന ഓർബിറ്റലാണേ. അപ്പോൾ ഫസ്റ്റത്തെ ഓർബിറ്റലിലെ എനർജി ലെവലിനെ ഞാൻ E1 എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഓർബിറ്റൽ കണ്ടോടാ? രണ്ടാമത്തെ ഓർബിറ്റൽ 8 ഇലക്ട്രോൺസ് ഇരിക്കുന്നത് കണ്ടോ? അപ്പോൾ അവിടുത്തെ രണ്ടാമത്തെ ഓർബിറ്റലിലെ ഇലക്ട്രോൺസിന് ഞാൻ എനർജി ലെവൽ E2 എന്ന് കൊടുത്തു. മൂന്നാമത്തെ ഓർബിറ്റലിൽ അപ്പോൾ എന്ത് കൊടുക്കാം? E3 എന്ന് കൊടുക്കാം. കണ്ടോ? ഇങ്ങനെയാണ് ഈ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു ആറ്റത്തിന്റെ എനർജി ലെവലിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഹെഡിങ് എന്തായിരുന്നു? സോളിഡ് ബാൻഡ് തിയറി ഇൻ സോളിഡ്സ് ആയിരുന്നു അല്ലെ. സോളിഡ്സിന്റെ കാര്യമാണ് നമുക്ക് വേണ്ടത്, ഒരു സിംഗിൾ ആറ്റത്തിന്റെ കാര്യമല്ല. അപ്പോൾ എന്ത് വേണം? സോളിഡ്സ് വേണമെങ്കിൽ നമ്മൾ എന്ത് കൺസിഡർ ചെയ്യണം? ആറ്റത്തിനെയാണോ കൺസിഡർ ചെയ്യേണ്ടത്? ആറ്റത്തിനെ അല്ല, നമ്മളൊരു ക്രിസ്റ്റലാറ്റിസിനെ കൺസിഡർ ചെയ്യണം. അതായത് ഈ പറഞ്ഞ ആറ്റങ്ങളെല്ലാം കൂടി ക്ലോസ്ലി പാക്ക് ചെയ്ത ഒരു ക്രിസ്റ്റലിനെ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ആറ്റത്തിന്റെ
ഓരോ ഓർബിറ്റലിന്റെയും എനർജി ലെവൽ ഇങ്ങനെ ആണെങ്കിൽ ഒരു ക്രിസ്റ്റലിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ എനർജി ലെവൽ വ്യത്യാസപ്പെടുക? നോക്കിയടാ, ഞാനൊരു സോഡിയം ക്രിസ്റ്റൽ എടുക്കുകയാണേ. അപ്പോൾ സോഡിയം ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ അതിലെന്താണ്, ഒത്തിരി ഒത്തിരി സോഡിയം ആറ്റങ്ങൾ കാണത്തില്ലേ? ഒത്തിരി സോഡിയം ആറ്റം കാണത്തില്ലേ? ഉണ്ടാവും. അതിൽ ഓരോ സോഡിയം ആറ്റത്തിലും ഈ പറഞ്ഞതുപോലെ എന്താണ് 3 ഓർബിറ്റൽസ് കാണും അല്ലേ? ഫസ്റ്റത്തെ ഓർബിറ്റൽ 2 ഇലക്ട്രോൺസ്, അടുത്തതിൽ 8, മൂന്നാമത്തതിൽ 1. അങ്ങനെ ഈ ഓരോ ആറ്റത്തിലും എന്തുണ്ട്, ഓർബിറ്റലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ? അപ്പൊ നോക്കിയടാ, ഇവിടെയാണെങ്കിൽ ഞാൻ പറഞ്ഞു ഫസ്റ്റത്തെ ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്, ആ ഓർബിറ്റലിന് ഒരു പർട്ടിക്കുലർ എനർജി ലെവൽ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓർബിറ്റലിനും ഉണ്ട്, മൂന്നാമത്തെ ഓർബിറ്റലിനും ഉണ്ട്. ഇനി നമ്മുടെ സോഡിയത്തിന്റെ സോളിഡ് സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ അതിൽ ഒന്നല്ല ഒരുപാട് ആറ്റങ്ങളുണ്ട്, അല്ലെങ്കിൽ n നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഒത്തിരി ആറ്റങ്ങൾ ഉണ്ട് എങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ ഈ രണ്ടാമത്തെ എനർജി, ഫസ്റ്റത്തെ എനർജി ലെവൽ കണ്ടോടാ? അതായത് ഈ ഫസ്റ്റത്തെ ഓർബിറ്റലിൽ 2 ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഉള്ള ഇലക്ട്രോൺസിന് ഈ ഒരു ആറ്റം ആയിട്ട് മാത്രമേ ഇൻട്രാക്ഷൻ വരത്തുള്ളൂ, അതോ അടുത്തിരിക്കുന്ന ബാക്കിയുള്ള ആറ്റവുമായിട്ട് ഇൻട്രാക്ഷൻ വരുമോ? അപ്പോൾ സോളിഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്ലോസ്ലി പാക്ഡ് ആണ്. അപ്പോൾ അതിൽ ഒരുപാട് ആറ്റങ്ങൾ ക്ലോസ് ആയിട്ട് എന്ത് ചെയ്യാണ്, അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിലെ ഒരു സോഡിയം ആറ്റത്തെ മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ആ സോഡിയം ആറ്റത്തിന്റെ ഫസ്റ്റത്തെ എന്താണ് ഓർബിറ്റലിനൊരു എനർജി ഉണ്ടാവും അല്ലേ? അതുപോലെ തന്നെ ഇതിന്റെ അടുത്ത് വേറെയും ഒരുപാട് സോഡിയം ആറ്റങ്ങൾ ഇങ്ങനെ നിൽക്കുവാണേ. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയടാ, സ്വാഭാവികമായിട്ടും ഈ ഒരു സോഡിയം ആറ്റത്തിന്റെ ഫസ്റ്റത്തെ ആ ഓർബിറ്റലിലെ ഇലക്ട്രോൺസിന് എന്താണ് തൊട്ടടുത്തുള്ള സോഡിയം ആറ്റത്തിലെ ന്യൂക്ലിയസുമായിട്ടും അതുപോലെ തൊട്ടടുത്ത സോഡിയം ആറ്റത്തിലെ ഇലക്ട്രോൺസുമായിട്ടും എന്തുണ്ടാവും, ഒരു ഇൻട്രാക്ഷൻ ഉണ്ടാവത്തില്ലേ? ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് അട്രാക്ഷൻ ആവാം, റിപ്പൽഷൻ ആവാം. അടുത്ത ആറ്റത്തിലെ ന്യൂക്ലിയസുമായിട്ടാണെങ്കിൽ അട്രാക്ഷൻ ആവാം, അല്ലെങ്കിൽ ഇലക്ട്രോൺസുമായിട്ടാണെങ്കിൽ റിപ്പൽഷൻ ഉണ്ടാവാം അല്ലേ? അതായത് ജനറലി പറയുകയാണെങ്കിൽ ഇവിടുത്തെ എന്താണ് ഫസ്റ്റത്തെ ഓർബിറ്റലിലെ ഇലക്ട്രോൺസിന് തൊട്ടടുത്തിരിക്കുന്ന സോഡിയം ആറ്റത്തിലെ എന്താണ് ഇലക്ട്രോൺസുമായിട്ടോ അതിലെ ന്യൂക്ലിയസുമായിട്ടൊക്കെ എന്തുണ്ട്, ഇൻട്രാക്ഷൻ ഉണ്ട്. അങ്ങനാണെങ്കിൽ നേരത്തെ ഞാനൊരു സിംഗിൾ ആറ്റം മാത്രം കൺസിഡർ ചെയ്ത സമയത്ത് ഇവിടുത്തെ ഫസ്റ്റത്തെ ഓർബിറ്റലിലെ ഇലക്ട്രോണിന് ഒരു എനർജി ലെവൽ ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞില്ലേ? ഇനി അപ്പോൾ ഇവിടെ ഒരാറ്റം മാത്രമല്ല, ക്രിസ്റ്റലിലേക്ക് വന്നപ്പോൾ ഒരുപാട് ആറ്റങ്ങളുമായിട്ട് ഇൻട്രാക്ഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന എനർജി ലെവൽ ആയിരിക്കുമോ അവർക്ക് ദേ ക്രിസ്റ്റലിലേക്ക് വരുമ്പോൾ ഉള്ളത്? ആണോ? അല്ല, എനർജി ലെവലിൽ സ്വാഭാവികമായിട്ടും വ്യത്യാസം വരും. എന്തുകൊണ്ടാണ്? അടുത്തടുത്തുള്ള ഇലക്ട്രോൺസ് വേറെയുണ്ട്, ന്യൂക്ലിയസ് വേറെയുണ്ട്. അപ്പോൾ അവരുമായിട്ട് അട്രാക്ഷനും റിപ്പൽഷനും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ ആ എനർജിക്ക് വ്യത്യാസം വരും. അപ്പോൾ അതെ, നമ്മൾ നേരത്തെ പറഞ്ഞത് E1 എന്ന് പറയുന്നത് നേരത്തെ എനർജി ലെവലായിരുന്നു. ഇവിടെയാണെങ്കിൽ ആ എനർജിക്ക് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. അതായത് ഈ ഫസ്റ്റത്തെ ഓർബിറ്റലിലെ എനർജി എന്തൊക്കെയാവാം, ഒന്നുകിൽ കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കും അല്ലേ? അങ്ങനെ ഇവരൊരു എനർജി ബാൻഡ് ഇവിടെ ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. എവിടെ? ഈ ഫസ്റ്റത്തെ ഓർബിറ്റലിലെ ഇലക്ട്രോൺസ്. അതാണ് ദേ E1 എന്ന് കൊടുത്തത്. മനസ്സിലായോ? അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആറ്റത്തിന്റെ മാത്രം കാര്യമായിരുന്നു. പിന്നീട് അത് സോളിഡിലേക്ക് വന്നപ്പോൾ എന്താണ്, അടുത്തുള്ള ഇലക്ട്രോൺസുമായിട്ടൊക്കെ ഇൻട്രാക്ഷൻ വന്നു, അല്ലെങ്കിൽ അടുത്തുള്ള ന്യൂക്ലിയസുമായിട്ടൊക്കെ ഉള്ള ഇൻട്രാക്ഷൻ വന്നപ്പോൾ അവിടെ എനർജി ലെവൽ മാറി, എനർജി ബാൻഡ് ആയിട്ട് മാറി. അതാണ് E1 എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി നോക്കിയടാ, അടുത്ത് നോക്കിയേ, രണ്ടാമത്തെ ഓർബിറ്റൽ എന്താ, 8 ഇലക്ട്രോൺസ് ഉള്ള ഓർബിറ്റൽ അല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞു 8 ഇലക്ട്രോൺസ് ഉള്ള ഓർബിറ്റലിന്റെ എനർജി എത്രയായിരുന്നു? E2 ആയിരുന്നു. എനർജി ലെവൽ E2 ആയിരുന്നു. ഇനി ഇതേ നമ്മുടെ ക്രിസ്റ്റലിലേക്ക് വരുമ്പോൾ ഇവിടെ ഫസ്റ്റത്തെ ഓർബിറ്റൽ കഴിഞ്ഞു, രണ്ടാമത്തെ ഓർബിറ്റലിൽ ഇവിടെ 8 ഇലക്ട്രോൺസ് ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇവിടുത്തെ രണ്ടാമത്തെ ഓർബിറ്റലിലെ ഓരോ ഇലക്ട്രോൺസിനും തൊട്ടടുത്തുള്ള ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസുമായിട്ടും ന്യൂക്ലിയസുമായിട്ടൊക്കെ ഇൻട്രാക്ഷൻസ് വരാം. അവിടെയും എന്താണ്, എനർജിയുടെ വ്യത്യാസം വരാം, എനർജിയുടെ വേരിയേഷൻ വരാം. ഒന്നുകിൽ കൂടാം, അല്ലെങ്കിൽ കുറഞ്ഞു കാണപ്പെടാം അല്ലേ? അതായത് ഇവിടെ എന്തുണ്ടാവും, ഒരു എനർജി ബാൻഡ് ഫോം ചെയ്യും. അതാണ് E2 എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി അടുത്തത് ലാസ്റ്റ് 1 ഇലക്ട്രോൺ ആണ് അല്ലേ? അപ്പോൾ ലാസ്റ്റത്തെ ഓർബിറ്റലിൽ 1 ഇലക്ട്രോൺ ആണുള്ളത്. അവിടെയും എന്തായിരിക്കും, അവിടെയും ലാസ്റ്റത്തെ ഓർബിറ്റലിനെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും, ഇതുപോലെ തൊട്ടടുത്തുള്ള ആറ്റത്തിലെ ഇലക്ട്രോൺസും ന്യൂക്ലിയസുമായിട്ടൊക്കെ ഇൻട്രാക്ഷൻ വന്ന് അവിടെയും എനർജി ബാൻഡുകൾ ഫോം ചെയ്യാം.
അപ്പോൾ സോളിഡ്സിന്റെ കേസിൽ അവിടെ എന്താണ്, എനർജി ലെവലിന് പകരം എനർജി ബാൻഡുകളാണ് ഫോം ചെയ്യുന്നത്. മനസ്സിലായോ? ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്തു വെച്ചിരിക്കുക. ഇനി ഇവിടെ സോഡിയം ആയതുകൊണ്ട്, സോഡിയം ആറ്റം ആയതുകൊണ്ട് ഇവിടെ ഒരു 3 എനർജി ബാൻഡിന്റെ ആവശ്യം വന്നുള്ളൂ, സോഡിയം ക്രിസ്റ്റൽ ആയതുകൊണ്ട്. ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും ആറ്റം കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ എന്താണ് നമ്പർ ഓഫ് ഓർബിറ്റൽസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ എനർജി ബാൻഡും E1 E2 E3 എന്നൊക്കെ പറഞ്ഞിട്ട് കൂടി പോകും. മനസ്സിലായോ? അപ്പൊ മനസ്സിലായോ, ഇതാണ് നമ്മുടെ സോളിഡ് ബാൻഡ് എന്ന് പറയുന്നത്. ഇൻ ആൻ ആറ്റം ദ ഇലക്ട്രോൺസ് റിവോൾവ് ഇൻ ഡിഫറെന്റ് ഓർബിറ്റൽ അറൌണ്ട് ദ ന്യൂക്ലിയസ് ആൻഡ് ഈച്ച് ഓർബിറ്റ് ഹാസ് ഇറ്റ്സ് ഫിക്സഡ് എമൗണ്ട് ഓഫ് എനർജി വിച്ച് ഈസ് കോൾഡ് എനർജി ലെവൽ. അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. എന്താ, ഒരു ആറ്റത്തിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ റിവോൾവ് ചെയ്യുമ്പോൾ എന്താണ്, ഓരോ ഓർബിറ്റലിലുള്ള ഇലക്ട്രോൺസിനും എന്തുണ്ടാവും, ഒരു ഫിക്സഡ് എനർജി ലെവൽ ഉണ്ടായിരിക്കും. ആൻഡ് ദ ഇലക്ട്രോൺ മൂവിംഗ് ഇൻ എ പർട്ടിക്കുലർ ഓർബിറ്റ് പോസസ് ദ എനർജി ഓഫ് ദാറ്റ് ഓർബിറ്റ്. മനസ്സിലായോ? അതായത് ഇപ്പോൾ ഇലക്ട്രോൺ ഒരു രണ്ടാമത്തെ ഓർബിറ്റിലൂടെയാണ് റിവോൾവ് ചെയ്യുന്നിരിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഓർബിറ്റിന്റെ എനർജി ലെവൽ ആയിരിക്കും അത്. മനസ്സിലായോ? ഇനി ദ ലാർജർ ദ ഓർബിറ്റ് ദ ഗ്രേറ്റർ ഈസ് ദ എനർജി. ഇനി ഓർബിറ്റിന്റെ എണ്ണം കൂടുമ്പോൾ അല്ലെ എന്ത് കൂടും, അതിന്റെ എനർജിയും കൂടും. ഉദാഹരണത്തിന് ഞാനിപ്പോ ഈ പറഞ്ഞ കേസിൽ E1 E2 E3 എന്നൊക്കെ പറഞ്ഞു പോയില്ലേ, അപ്പൊ ഇവിടെ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത് ആർക്കായിരിക്കാം, ഏറ്റവും കൂടുതൽ എനർജി E3 ആയിരിക്കാം. കണ്ടോ, E3 ഗ്രേറ്റർ ദാൻ E2 ഗ്രേറ്റർ ദാൻ E1. ഓക്കെ, അതാണൊരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ആറ്റത്തെ കുറിച്ച് പറയുന്നത്. ഇനി ഒരു ക്രിസ്റ്റലിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സോളിഡിലേക്ക് വരുമ്പോൾ ഉള്ള കാര്യമാണ് പറയുന്നത്. കണ്ടോ, an atom in a solid is in the influence of neighboring atom due to which the energy level of individual atom loses their validity. In a crystal of n atom, each energy level is the influence of all the atoms and so split into n close levels. കണ്ടോ എന്താ പറഞ്ഞേക്കുന്നേ, നമ്മൾ ക്രിസ്റ്റലിലേക്ക് വരുമ്പോൾ അതിൽ n ആറ്റംസ് ഉണ്ടായിരിക്കും അല്ലേ, ഒരുപാട് ആറ്റംസ് ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ ചുറ്റുമുള്ള ആറ്റത്തിന്റെ ഇൻഫ്ലുവൻസ് മൂലം എന്താ സംഭവിക്കുന്നേ, അവിടെ എനർജി ലെവലുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും, അല്ലെങ്കിൽ എനർജി ബാൻഡുകളായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഈ എന്നിന്റെ എണ്ണം കൂടുമ്പോൾ അല്ലെങ്കിൽ എന്താണ് ആറ്റത്തിന്റെ എണ്ണം കൂടുമ്പോൾ അല്ലെങ്കിൽ സോളിഡ് കുറച്ചുകൂടിയൊക്കെ വലുതാവുമ്പോൾ എന്താ സംഭവിക്കുന്നത്, n ഈസ് വെരി ലാർജ് ആൻഡ് സെപ്പറേഷൻ ബിറ്റ്വീൻ ദ സബ് ലെവൽ ഈസ് വെരി സ്മോൾ. ആ സമയത്ത് അവിടെ എനർജി ബാൻഡുകൾ, കണ്ടിന്യൂസ് ആയിട്ടുള്ള എനർജി ബാൻഡുകൾ ഫോം ചെയ്യും. ഇതാണ് എന്ത് പറയുന്നത്, ഇതാണ് ബാൻഡ് തിയറി ഓഫ് സോളിഡ്സ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? ഇതിൽ കൊടുത്തേക്കുന്നുണ്ടോ, നമ്മുടെ ഫിഗറിൽ ഒരു സിലിക്കൺ ആറ്റത്തിന്റെയും അതുപോലെ തന്നെ ഒരു സിലിക്കൺ ക്രിസ്റ്റലിന്റെയും എനർജി ബാൻഡ് ഡയഗ്രത്തെ കുറിച്ചാണ് തന്നിരിക്കുന്നത്. നോക്കിയേ, ഫസ്റ്റത്തെ ഫിഗറിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള സിലിക്കൺ ആറ്റത്തെ കൺസിഡർ ചെയ്തു. സിംഗിൾ സിലിക്കൺ ആറ്റം അല്ലെ, സിലിക്കൺ ആറ്റം എന്ന് പറയുമ്പോൾ സിലിക്കന്റെ അറ്റോമിക് നമ്പർ എത്രയാണ്, 14 ആണ്. അപ്പൊ 2, 8, 4. അപ്പൊ സിലിക്കന്റെ അറ്റോമിക് നമ്പർ 14 ആണ്, 2, 8, 4 ആണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത്. അപ്പൊ ഫസ്റ്റ് n is equal to 1 എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്നത് എന്തായിരിക്കും, ഇതായിരിക്കും ഈ ഫസ്റ്റത്തെ എനർജി ലെവൽ എന്ന് പറയുന്നത് അല്ലേ. അതായത് ഫസ്റ്റ് ഓർബിറ്റിലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന എനർജി ലെവലാണ് n is equal to 1. ഇനി രണ്ടാമത്തെ ഓർബിറ്റിലുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നതാണ് n is equal to 2. മൂന്നാമത്തെ ഓർബിറ്റിലുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതാണ് n is equal to 3 എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇനി ഒരു സിലിക്കൺ ക്രിസ്റ്റലിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക, സിലിക്കൺ ക്രിസ്റ്റലിലാവുമ്പോൾ ഒരുപാട് സിലിക്കൺ ആറ്റം ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, നൈബറിംഗ് ആയിട്ടുള്ള സിലിക്കൺ ആറ്റവുമായിട്ട് ഇന്ററാക്ഷനിൽ വരും. അപ്പോൾ ഓരോ എനർജി ലെവലിലെയും എന്താണ്, എനർജി ലെവൽ മാറി എനർജി ബാൻഡ് ആയിട്ട് മാറും അല്ലെ, എനർജി ബാൻഡുകളായിട്ട് മാറും. അപ്പോൾ ഫസ്റ്റ് എനർജി ബാൻഡാണ് ഈ നൽകിയിരിക്കുന്നത്, രണ്ടാമത്തത് ഇത്, മൂന്നാമത്തത് ഇത്, അങ്ങനെ പോകും. അങ്ങനെ പോയി വാലൻസ് ബാൻഡ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, കേട്ടിട്ടുണ്ടോടാ? വാലൻസ് ബാൻഡ് എന്തായിരിക്കും? വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ വാലൻസ് ഇലക്ട്രോൺ കാണപ്പെടുന്ന എനർജി ബാൻഡിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഓരോ എനർജി ബാൻഡും എന്ന് നോക്കാം. എനർജി ബാൻഡ് കറസ്പോണ്ട് ടു ദ ഇലക്ട്രോൺസ് ഇൻ ദ ഫസ്റ്റ് ഓർബിറ്റൽ ആർ കാൾഡ് ഫസ്റ്റ് എനർജി ബാൻഡ്. കണ്ടോ? ആൻഡ് ദ എനർജി ബാൻഡ് കറസ്പോണ്ട് ടു ദ ഇലക്ട്രോൺസ് ഇൻ ദ സെക്കൻഡ് ഓർബിറ്റൽ ആർ കാൾഡ് സെക്കൻഡ് എനർജി ലെവൽ. അങ്ങനെ പോയി എന്താ തേർഡ് എനർജി ലെവൽ, ഫോർത്ത് എനർജി ലെവൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പോകും. അടുത്ത ടേം ആണ് വാലൻസ് ബാൻഡ്. എന്തായിരിക്കും വാലൻസ് ബാൻഡ്? ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ദ വാലൻസ് ബാൻഡ് ഈസ് ദ എനർജി ബാൻഡ് ദാറ്റ് കണ്ടൈൻ വാലൻസ് ഇലക്ട്രോൺസ് അല്ലെ. വാലൻസ് ഇലക്ട്രോൺസ് കാണപ്പെടുന്ന എനർജി ബാൻഡിനെയാണ് നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ എനർജി ലെവൽ എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഈ വാലൻസ് ബാൻഡിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കിവിടെ 3 കാര്യങ്ങളെ കുറിച്ച് പറയണം. അതായത് വാലൻസ് ബാൻഡിന്റെ കാര്യം പറയുമ്പോൾ വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പും, ഈ 3 കാര്യങ്ങളൂടെ നമുക്ക് ഒരുമിച്ചാണ് പഠിക്കേണ്ടത്.
അപ്പോൾ നോക്കിയാൽ വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാലൻസ് ഇലക്ട്രോൺസ് കാണപ്പെടുന്ന ബാൻഡിനെയാണ് നമ്മൾ വാലൻസ് ബാൻഡ് എന്ന് പറയുന്നത് അല്ലേ? അതായത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു നോർമൽ റൂം ടെമ്പറേച്ചറിൽ എന്താണ് ഒരു സെമി കണ്ടക്ടർ നമ്മളെടുത്തിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ചേ, ഒരു നോർമൽ റൂം ടെമ്പറേച്ചറിൽ ഒരു സെമി കണ്ടക്ടർ കണ്ടക്ട് ചെയ്യുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ഗുഡ് കണ്ടക്ടർ ആണ്, എല്ലായ്പ്പോഴും കണ്ടക്ട് ചെയ്യും. ഇൻസുലേറ്റേഴ്സ് ആണെങ്കിൽ തീരെയും കണ്ടക്ട് ചെയ്യത്തില്ല. എന്നാൽ സെമി കണ്ടക്ടേഴ്സിലേക്ക് വരുമ്പോൾ അവരൊരു നോർമൽ റൂം ടെമ്പറേച്ചറിൽ കണ്ടക്ട് ചെയ്യില്ല. മനസ്സിലായോ? അവർക്ക് എന്തെങ്കിലും എന്താണ് നമ്മൾ എക്സ്റ്റേണൽ ആയിട്ട് സംഭവം കൊടുക്കണം, എനർജി കൊടുക്കുന്ന സമയത്ത് മാത്രമേ അവർ കണ്ടക്ട് ചെയ്യത്തുള്ളൂ. നോർമൽ റൂം ടെമ്പറേച്ചറിൽ കണ്ടക്ട് ചെയ്യത്തില്ല. അപ്പോൾ നോർമൽ റൂം ടെമ്പറേച്ചറിൽ നമ്മുടെ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. മനസ്സിലായോ? എന്താണ്? കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നേ? നോക്കിയടാ, ഞാൻ പറഞ്ഞു മൂന്ന് ടേംസ് ഉണ്ട്. വാലൻസ് ബാൻഡ്, കണ്ടക്ഷൻ ബാൻഡ്, അതുപോലെ തന്നെ ഇവിടെ ഒരു എനർജി ഗ്യാപ്പും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇലക്ട്രോൺസ് എല്ലാം ഓരോ എനർജി ലെവൽസിലായിട്ടാണ് കാണപ്പെടുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് വാലൻസ് ബാൻഡിൽ കാണപ്പെടുന്നതാണ് നമ്മുടെ വാലൻസ് ഇലക്ട്രോൺസ്. ഈ വാലൻസ് ഇലക്ട്രോൺസ് നോർമൽ റൂം ടെമ്പറേച്ചറിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. വാലൻസ് ബാൻഡ് നോർമൽ റൂം ടെമ്പറേച്ചറിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. ഇത് കഴിഞ്ഞ് കണ്ടക്ഷൻ ബാൻഡ് ആണ്. അപ്പോൾ ഈ നോർമൽ റൂം ടെമ്പറേച്ചറിൽ തന്നെ കണ്ടക്ഷൻ ബാൻഡ് ഫിൽ ആയിരിക്കുമോ? അപ്പോൾ എന്തായിരിക്കും? അത് വേക്കൻ്റ് ആയിരിക്കുമോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നേ? വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാലൻസ് ഇലക്ട്രോൺസ് കാണപ്പെടുന്ന ബാൻഡാണ്. നോർമൽ റൂം ടെമ്പറേച്ചറിൽ എന്താ നമ്മുടെ സെമി കണ്ടക്ടർ കണ്ടക്ട് ചെയ്യത്തില്ല. അങ്ങനെയാണെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിൽ ആരെങ്കിലും കാണുമോ? ഇല്ല. അപ്പോൾ നോർമൽ റൂം ടെമ്പറേച്ചറിൽ കണ്ടക്ഷൻ ബാൻഡ് എം ടി ആണ്. എം ടി അല്ലെങ്കിൽ നമുക്ക് 1-2 ഇലക്ട്രോൺസ് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ളത് കാണുമെന്ന് പറയാം അല്ലേ? ഓക്കെ, ഇനി നമ്മൾ എന്തെങ്കിലും ഒരു എക്സ്റ്റേണൽ ആയിട്ടൊരു എനർജി കൊടുക്കുകയാണ്. എനർജി കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ പറഞ്ഞ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് അവിടുന്ന് ജമ്പ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് വരും. അങ്ങനെയാണത് കണ്ടക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഒരു സെമി കണ്ടക്ടർ കണ്ടക്ട് ചെയ്യണമെങ്കിൽ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എന്ത് വേണം? മൂവ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തണം. കണ്ടക്ഷൻ ബാൻഡിൽ എത്തുമ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടാവും. ആ ഫ്രീ ഇലക്ട്രോൺസിന്റെ ഒഴുക്കിൽ അല്ലെങ്കിൽ മൂവ്മെന്റിലാണ് അവിടെ കറണ്ട് ഉണ്ടാവുന്നത്. ഇനി ഒരു നോർമൽ റൂം ടെമ്പറേച്ചറിൽ നിങ്ങൾ നോക്കിയാൽ ഞാൻ പറഞ്ഞു വാലൻസ് ബാൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം എന്തായിരിക്കും? നോർമൽ റൂം ടെമ്പറേച്ചറിൽ നമ്മുടെ എന്താണ് ഈ പറഞ്ഞ ക്രിസ്റ്റൽ വളരെ ക്ലോസ് ആയിട്ട് പാക്ഡ് ആണ് അല്ലേ? അപ്പോൾ എന്താണ് അവർക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ അതിനകത്തുള്ള ഇലക്ട്രോൺസിന്? ഇല്ല, എല്ലാവരും വളരെ ടൈറ്റ് ആയിട്ട് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാലൻസ് ബാൻഡിന് ഒരു നോർമൽ ടെമ്പറേച്ചറിൽ എന്താണ്? എനർജി കുറവുമാണ്. മനസ്സിലായോ? വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് എനർജി കുറവാണ് കമ്പയർഡ് ടു കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോൺസ്. കണ്ടക്ഷൻ ബാൻഡിലെ ഇലക്ട്രോൺസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വാലൻസ് ബാൻഡിലെ ഇലക്ട്രോൺസിന് എന്താണ്? എനർജി കുറവാണ്. അപ്പോൾ നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം. എന്തൊക്കെയാണ് വാലൻസ് ബാൻഡിനെ കുറിച്ച് പഠിച്ച കാര്യങ്ങൾ? വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാലൻസ് ഇലക്ട്രോൺസ് കാണപ്പെടുന്ന ബാൻഡാണ്. അതുപോലെ തന്നെ അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ അല്ലെങ്കിൽ 0 കെൽവിനിൽ എന്താണ്? വാലൻസ് ബാൻഡ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് അല്ലേ? പിന്നീട് എന്താ പറഞ്ഞേക്കുന്നത്? കണ്ടക്ഷൻ ബാൻഡിനെ അപേക്ഷിച്ച് എന്താ? അതിന് എനർജി വളരെയധികം കുറവാണെന്നും പറഞ്ഞു. പിന്നീട് എന്താ? ഇലക്ട്രോൺസ് വളരെയധികം ക്ലോസ് ആയിട്ട് പാക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇലക്ട്രോൺസിന്റെ ഫ്രീ മൂവ്മെന്റ് പോസിബിൾ അല്ല. എവിടെ? വാലൻസ് ബാൻഡിൽ. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വാലൻസ് ബാൻഡുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇനി പറയുന്നത് കണ്ടക്ഷൻ ബാൻഡിനെ കുറിച്ചാണ്. എന്തായിരിക്കും കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്? നമ്മുടെ വാലൻസ് ബാൻഡിന് തൊട്ട് മുകളിലായിട്ട് കാണപ്പെടുന്ന ബാൻഡാണ് ആര്? കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് പ്രകാരം 0 കെൽവിൻ അല്ലെങ്കിൽ നോർമൽ റൂം ടെമ്പറേച്ചറിൽ ഈ പറഞ്ഞ കണ്ടക്ഷൻ ബാൻഡ് എം ടി ആയിരിക്കുമോ? കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കുമോ? ആലോചിക്കുക. നോർമൽ റൂം ടെമ്പറേച്ചർ ആണ്. അവിടെ എക്സ്റ്റേണൽ ആയിട്ട് ഒരു എനർജി ഒന്നും കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് കണ്ടക്ട് ചെയ്യൂടാ? ഇല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ നോർമൽ റൂം ടെമ്പറേച്ചറിൽ നമ്മുടെ കണ്ടക്ഷൻ ബാൻഡ് എന്താണ്? എം ടി ആയിട്ടായിരിക്കും കാണപ്പെടുന്നത് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം എന്താ? നോർമൽ റൂം ടെമ്പറേച്ചറിൽ നമ്മുടെ സെമി കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. കണ്ടക്ഷൻ ബാൻഡിൽ ഇലക്ട്രോൺസ് അങ്ങോട്ട് വന്നെങ്കിലല്ലേ കണ്ടക്ട് ചെയ്യത്തുള്ളൂ അല്ലേ? അപ്പോൾ നോർമൽ റൂം ടെമ്പറേച്ചറിൽ സെമി കണ്ടക്ടേഴ്സ് ഇൻസുലേറ്റേഴ്സ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുന്നത്. ഇനി ഈ പറഞ്ഞ കണ്ടക്ഷൻ ബാൻഡ് നമ്മുടെ വാലൻസ് ബാൻഡിന് തൊട്ട് മുകളിലല്ലേ കാണപ്പെടുന്നേ അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? കണ്ടക്ഷൻ ബാൻഡിന് വാലൻസ് ബാൻഡിനേക്കാൾ എനർജി കൂടുതലാണെന്ന് പറയാം. എന്താണ്? കണ്ടക്ഷൻ ബാൻഡിന് വാലൻസ് ബാൻഡിനേക്കാൾ എനർജി കൂടുതലാണ്. ഇനി കണ്ടക്ഷൻ ബാൻഡിലേക്ക് വരുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ കണ്ടക്ഷൻ നടക്കുന്നത്? ഞാൻ പറഞ്ഞു നമ്മുടെ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസിന് എന്തെങ്കിലും എക്സ്റ്റേണൽ ആയിട്ട് എനർജി കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ആ ഇലക്ട്രോൺസ് ജമ്പ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് വരും. അങ്ങനെ അവർ ഫ്രീ ഇലക്ട്രോൺസ് ആയിട്ട് അവിടെ മൂവ് ചെയ്യും. അങ്ങനെ ആ ഫ്രീ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് മൂലമാണ് കണ്ടക്ഷൻ ബാൻഡിൽ എന്തുണ്ടാവുന്നത്? കറണ്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഇനി
ഞാൻ വേറൊരു ടേം കൂടി പറഞ്ഞില്ലായിരുന്നോ? എന്താണ്? ഒരു എനർജി ഗ്യാപ്പ് ഉണ്ട് വാലൻസ് ബാൻഡിനും അതുപോലെ തന്നെ കണ്ടക്ഷൻ ബാൻഡിനും ഇടയിൽ ഒരു എനർജി ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? ആ എനർജി ഗ്യാപ്പിനെ പറയുന്ന പേരാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇതാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. അപ്പൊ എന്താണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്? ഒന്ന് നോക്കിയടാ, നമ്മുടെ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് കണ്ടക്ഷൻ ബാൻഡിലേക്ക് എത്തിയെങ്കിൽ മാത്രമേ അവിടെ കണ്ടക്ഷൻ നടക്കത്തുള്ളൂ അല്ലേ? അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എനർജി, ദ മിനിമം എനർജി വിച്ച് ഈസ് നെസസറി ഫോർ ഷിഫ്റ്റിംഗ് ദ ഇലക്ട്രോൺസ് ഫ്രം വാലൻസ് ബാൻഡ് ടു കണ്ടക്ഷൻ ബാൻഡ് അല്ലേ? കണ്ടക്ഷൻ ബാൻഡിൽ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകാനുള്ള മിനിമം എനർജിയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. അതിനെ നമ്മളിത് ഡെൽറ്റ ഇ ജി കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. അപ്പൊ എന്താണ് ഡെൽറ്റ ഇ ജി എന്ന് പറഞ്ഞാൽ ഇ സി മൈനസ് ഇ വി ആണ് അല്ലെ? എനർജി ഓഫ് ദ കണ്ടക്ഷൻ ബാൻഡ് മൈനസ് എനർജി ഓഫ് വാലൻസ് ബാൻഡ്. കണ്ടക്ഷൻ ബാൻഡിലെ എനർജി മൈനസ് വാലൻസ് ബാൻഡിലെ എനർജിയാണ് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇനി ഈ പറഞ്ഞ ഫോർബിഡൻ എനർജി ഗ്യാപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ഓരോ തരം മെറ്റീരിയലിനും വ്യത്യാസപ്പെട്ടിരിക്കും. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ കണ്ടക്ടേഴ്സ് അതുപോലെ ഇൻസുലേറ്റേഴ്സ് സെമി കണ്ടക്ടേഴ്സിലേക്ക് വരുമ്പോൾ ഇവർക്ക് ഓരോരുത്തർക്കും ഈ പറഞ്ഞ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് വ്യത്യാസമായിരിക്കും. ഉദാഹരണത്തിന് നമ്മുടെ കണ്ടക്ടേഴ്സിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നവരാണ് അല്ലേ? നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ എന്താണ്? ഈ പറഞ്ഞതുപോലെ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എളുപ്പത്തിന് എങ്ങോട്ടേക്ക് പോകണം? കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകണം. അങ്ങനെ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എളുപ്പത്തിന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകണമെങ്കിൽ അവക്കിടയിലുള്ള ഗ്യാപ്പ് കുറവായിരിക്കണോ കൂടുതലായിരിക്കണോ? കുറച്ച് ഗ്യാപ്പ് ഉണ്ടെങ്കിലല്ലേ പെട്ടെന്ന് അവിടെ നിന്ന് ജമ്പ് ചെയ്ത് പോകാൻ പറ്റൂ അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? കണ്ടക്ടേഴ്സിന്റെ കേസിൽ ഈ പറഞ്ഞ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്തായിരിക്കും? വളരെ കുറവായിരിക്കും. വളരെ ഗുഡ് കണ്ടക്ടേഴ്സ് ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് എന്ന് പറയുന്ന ഒരു ഗ്യാപ്പ് പോലും കാണത്തില്ല. അതായത് ഈ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡുമായിട്ട് അങ്ങ് ഓവർലാപ്പ് ചെയ്തായിരിക്കും കാണപ്പെടുന്നത്. ആരുടെ കേസിൽ? വെരി ഗുഡ് കണ്ടക്ടേഴ്സിന്റെ കേസിൽ. മനസ്സിലായോ? അതിനെക്കുറിച്ച് നമ്മൾ പറയും. ഞാനിപ്പോൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇനി ഈ പറഞ്ഞ ഫോർബിഡൻ എനർജി ഗ്യാപ്പിൽ ഒരു ഫ്രീ ഇലക്ട്രോൺസും കാണത്തില്ല. എന്തുകൊണ്ടാണ്? ഇലക്ട്രോൺസ് എല്ലാം ഒന്നുകിൽ വാലൻസ് ബാൻഡിൽ അല്ലെങ്കിൽ കണ്ടക്ഷൻ ബാൻഡിൽ. ഈ ഗ്യാപ്പിലൊന്നും ഇലക്ട്രോൺസ് ഒന്നും കാണപ്പെടത്തില്ല കേട്ടോ. നമുക്ക് ചിലപ്പോൾ എന്താണ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതിനകത്ത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ എടുത്ത് എഴുതാൻ ചോദിക്കത്തില്ലേ? അപ്പോൾ അതിൽ ചോദിക്കാം എന്താണ് ഫ്രീ ഇലക്ട്രോൺസ് കാണപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ കാണുമോ? ഫ്രീ ഇലക്ട്രോൺസ് ഫോർബിഡൻ ഗ്യാപ്പിലില്ല. ഫ്രീ ഇലക്ട്രോൺസ് എവിടെയാണ് കാണപ്പെടുന്നത്? കണ്ടക്ഷൻ ബാൻഡിൽ അല്ലെങ്കിൽ വാലൻസ് ബാൻഡിലാണ്. വാലൻസ് ബാൻഡിൽ ഇലക്ട്രോൺസ് ഉണ്ട്, അത് മൂവ് ചെയ്ത് ജമ്പ് ചെയ്ത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോകുന്നു. ഇനി നമ്മൾ ഈ പറഞ്ഞ ഫോർബിഡൻ എനർജി ഗ്യാപ്പിന്റെ വിട്ടില്ലേ, അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇലക്ട്രോൺ വോൾട്ടിലാണ്. അതായത് ഇപ്പം നമ്മൾ ഫോർബിഡൻ എനർജി ഗ്യാപ്പ് പറയുന്നത് 1 ഇലക്ട്രോൺ വോൾട്ട് അല്ലെങ്കിൽ 3 ഇലക്ട്രോൺ വോൾട്ട് ആ ഒരു യൂണിറ്റിലാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. ഇനി ടെമ്പറേച്ചർ കൂടുന്ന സമയത്ത് ഫോർബിഡൻ എനർജി ഗ്യാപ്പ് ഡിക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ? നോക്കിയടാ, നമ്മളിപ്പോൾ ഒരു മെറ്റൽസിന്റെ കേസ് തന്നെ എടുക്കാം. മെറ്റൽസിന്റെ കേസ് ആണെങ്കിൽ നോർമലി അത് ഓവർലാപ്പ് ചെയ്താണ് കാണപ്പെടുന്നത്. നമുക്ക് സെമി കണ്ടക്ടേഴ്സിന്റെ കേസ് തന്നെ എടുക്കാം. സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ എന്താണ്? നമ്മൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുക. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടി കൊടുക്കുമ്പോൾ ഇനീഷ്യലി ആലോചിക്കുക, സെമി കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ വാലൻസ് ബാൻഡ് എല്ലാം കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്, കണ്ടക്ഷൻ ബാൻഡിൽ ആരും ഇല്ല. ടെമ്പറേച്ചർ കൂട്ടുമ്പോൾ ഈ പറഞ്ഞ വാലൻസ് ബാൻഡിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? കണ്ടക്ഷൻ ബാൻഡിലേക്ക് ചാടും അല്ലേ? അങ്ങനെ ചാടി പോകുമ്പോൾ എന്തായിരിക്കും? സ്വാഭാവികമായിട്ടും അവിടെയുള്ള എനർജി ഗ്യാപ്പ് എന്ത് ചെയ്യും? കുറയുമല്ലേ ചെയ്യുന്നത് അല്ലേ? അതായത് ഇവ തമ്മിലുള്ള ഗ്യാപ്പ് കുറയും, ആ അടുപ്പം കൂടും. അതാണ് പറഞ്ഞത് ടെമ്പറേച്ചർ കൂടുമ്പോൾ ഫോർബിഡൻ ഗ്യാപ്പ് എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. മനസ്സിലായോ? താങ്ക് യു.